क्यों? मैं मतलब मेरा बीबी बांग्लादेश से है। ओ बांग्लादेश बांग्लादेशी है, बांग्लादेशी चैनल नहीं है, घूमने के लिए आएगा, യൂട്യൂബർ नहीं है. ഞാൻ വ്ളോഗറാണോ എന്നൊരു സംശയമാണ്. ക്യാമറ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ആളുകൾ ഫീൽ ചെയ്യുന്നതിൽ എനിക്ക് നല്ല ചളിപ്പുണ്ട്. हाँ ठीक है. വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ ഒരു രാജ്യത്തേക്ക് യാത്ര തരപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലൂടെ എടുത്തേക്കാണെങ്കിലോ? അങ്ങനെ ഒരു യാത്ര തരപ്പെട്ടതിലുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യമുള്ളത് പാകിസ്ഥാനാണ്. അതിനു പിന്നിൽ കുറേയധികം കാരണങ്ങളുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രമുണ്ട്. പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കുറേ കാര്യങ്ങളാണത്. ബംഗ്ലാദേശായി മാറിയ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഒരു ബോട്ടിൽ പോകാനാണ് എൻ്റെ പരിപാടി. ഇങ്ങനൊരു ചാൻസ് എൻ്റെ ലൈഫിൽ ഇനി സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ബംഗ്ലാദേശ് ഒരു ബാലികേറാമലയൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ യാത്രയുടെ കിക്ക് അതൊന്ന് വേറെ തന്നെയാണ്. ഭൂട്ടാനിലും നേപ്പാളിലുമൊക്കെ വിസയില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ യാത്ര ആദ്യമായാണ്. ആത്മഹത്യാപരമായ ധൈര്യം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാർത്തിക് ഭായിയാണ് എന്നെ ബംഗ്ലാദേശിൽ കൊണ്ടുപോകാമെന്ന് ഏറ്റിട്ടുള്ളത്. ഇന്നലെ രാത്രി ബോട്ട് നിയന്ത്രിച്ചെന്ന് ഇദ്ദേഹമായിരുന്നു. ഇരുട്ടിൽ പക്ഷേ എനിക്ക് ആളെ മനസ്സിലായിരുന്നില്ല. ഇന്ന് ഇങ്ങോട്ട് വന്ന് പരിചിത ഭാവത്തോടെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹം ബിജോയുടെ അച്ഛൻ്റെ ചേട്ടനായിട്ട് വരും. ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങൾ ആളുകൾക്ക് പരസ്പരം അറിയാൻ കഴിയും. കൂടാതെ പലരും ബന്ധുക്കളും ആയിരിക്കും. കാരണം നോർത്ത് ഏഷ്യൻ സംസ്ഥാനങ്ങളിൽ ഗോത്രമാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനം. നുൻസുരിയിൽ നിന്നും പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ ബംഗ്ലാദേശിൽ പോവുക എന്നതൊരു വിദൂര ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഹാർദിക് ഭായിയോട് സംസാരിക്കുന്നത് മുതലാണ് അങ്ങനെ ഒരു ആശയം എനിക്കുണ്ടാകുന്നത്. കാരണം അദ്ദേഹം കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ബംഗ്ലാദേശിൽ പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. ഹാർദിക് ഭായ് ഹിന്ദി സംസാരിക്കും. എങ്ങനെയാണ് ഹിന്ദി പഠിച്ചതെന്ന് അദ്ദേഹത്തിനോടും ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ ഉത്തരമില്ല. സിനിമകൾ കണ്ടതുകൊണ്ടാവുമെന്നാണ് മറുപടി. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന്, ഒരു ഹിന്ദി സിനിമ കാണണമെങ്കിൽ ഇവർക്ക് ആസാം വരെയെങ്കിലും പോകണം. പിന്നെയുള്ളത് ടി വിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഇവിടെ ടി വിയൊക്കെ ഒരു ലക്ഷറി തന്നെ ആയിരിക്കണം. നുൻസുരിയിലെ ബിജോയുടെ വീട്ടിൽ ഏറെക്കുറെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി വരെയുണ്ട്. എല്ലാ വീടും പക്ഷേ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ചാക്മകളിൽ പലർക്കും ഇന്ത്യൻ പൗരത്വം പോലുമില്ല. ഇന്ന് ടി വി ഉണ്ടോ എന്നതല്ല, കുറഞ്ഞത് 15 വർഷം മുമ്പൊക്കെ സങ്കല്പിച്ച് നോക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതിർത്തികളൊന്നുമില്ലാതെ കഴിഞ്ഞ ചക്മകൾ ആദ്യമായി ഭിന്നിച്ചു പോകുന്നത് വിഭജനത്തോടെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത റാഡ്ക്ലിഫ് ഒരു വര വരച്ചപ്പോൾ ചക്മകൾ 2 രാജ്യത്തായിട്ട് മാറി. പാകിസ്ഥാൻ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കർണഫുലി നദിയിൽ ഡാം നിർമ്മിച്ചപ്പോൾ ആയിരക്കണക്കിന് ചക്മകൾക്കാണ് ദേശം നഷ്ടമായത്. അന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ചക്മകൾ പല സംസ്ഥാനങ്ങളായിട്ട് ചിതറിപ്പോയി. കുറച്ചുപേർ ദിമഗരിയിലും തങ്ങി. വംശീയ വിവേചനത്തിൻ്റെ പേരിൽ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയിട്ടും ചക്മകളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഉറുദു സംസാരിക്കുന്നതിൽ നിന്നും ബംഗാളി സംസാരിക്കുന്നവരുടെ അഭിമാനത്തിന് വേണ്ടി പോരാടിയ മുജീബ് റഹ്മാൻ ചക്മകളോട് ആവശ്യപ്പെട്ടത് ബംഗാളിയാകാനാണ്. ഇന്നും നൂറുകണക്കിന് ചക്മകളും ഹജോങ് ഗോത്രവും പൗരത്വമോ അഭയാർത്ഥി പദവിയോ ഇല്ലാതെ നദിക്കരയിൽ നരകജീവിതം നയിക്കുന്നുണ്ട്. കൃഷിയും മത്സ്യബന്ധനവും തന്നെയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. ചക്മകൾ സാധാരണ മൃതദേഹം ദഹിപ്പിക്കുകയാണ് പതിവ്. മഴക്കാലങ്ങളിൽ പക്ഷേ അത് മണ്ണിൽ മറവ് ചെയ്യും. കാരണം ദഹിപ്പിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട്. ചക്മകളുടെ വീടുകൾ മുളകൾ നാട്ടിയാണ് നിർമ്മിക്കുന്നത്. കണ്ണിഫുള്ളി നദിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കമുണ്ടാകും. അതിൽ നിന്നും പരമാവധി രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീടുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നത്. നദിക്കരയിലെ എക്കലുകളൊക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ സംഭവിക്കുന്നതാണ്. ചക്മകളുടെ ട്രൈബൽ കോറിഡോറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതവരുടെ സ്വാഭാവിക പാതയാണ്. ബംഗ്ലാദേശിൽ നിന്നും ഈ ഭാഗങ്ങളിലേക്ക് അരി എത്തുന്നത് ഇതുവഴിയാണ്. ഇന്ത്യൻ അരിക്ക് വില കൂടുതലാണ് ഇവിടെ. ഇവിടെ മറ്റൊരു ഗ്രാമം കൂടിയുണ്ട്. ചക്മ ഗ്രാമം തന്നെ ആയിരിക്കണം. നദിയിൽ നിന്നും കയറാനുള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് വഞ്ചികളും കാണാനുണ്ട്.
നദിയിൽ സ്പീഡ് ബോട്ടൊക്കെ കാണുന്നുണ്ട്. സാധാരണ ബോർഡർ പോലീസാണ് ഇത് ഉപയോഗിച്ച് കാണാറുള്ളത്. ചക്മകൾക്ക് യാത്ര ചെയ്യാൻ ഒരു ബോട്ട് പാസ് ബോട്ട് പോലീസ് നൽകുന്നുണ്ട്. അനധികൃതമായ കുടിയേറ്റങ്ങളിൽ അല്ലെങ്കിൽ യാത്രകളൊക്കെ പോലീസ് കണ്ടില്ലെന്ന് നടിക്കും. അതിലൊരു മാനുഷിക വശം കൂടിയുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യരൊക്കെ ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ പെടാപ്പാടൊക്കെ വിടുന്നത്. ഹാർദിക് ഭായ് മാത്രമാണ് പോലീസ് പോസ്റ്റിൽ പോയത്. എൻ്റെ കയ്യിൽ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒന്നും തന്നെയില്ല. ഓരോ യാത്രയിലും എന്തെങ്കിലുമൊക്കെ കൊണ്ട് കളയിൽ പതിവാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഐഡൻറ്റിറ്റി കാർഡായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. ആധാർ കാർഡും ഇതിനിടയിൽ നഷ്ടപ്പെട്ടിരുന്നു. സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി മൊബൈലിൽ നിന്നും സോഫ്റ്റ് കോപ്പി എടുക്കലാണ് പതിവ്. സോറി, तमिलनाडु से കേരള. केरला। പതാ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമാണ് എൻ്റെ സ്റ്റേറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചാണ് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് മറ്റു ചോദിച്ചാണ്. അതിൻ്റെ ഒരു സംശയം തീർക്കുന്നതായിരിക്കാം. പക്ഷെ പിന്നീട് പുള്ളി പറഞ്ഞു മലയാളി എന്ന് മനസ്സിലായപ്പോൾ മലയാളികളായിട്ടുള്ള ജവാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ये जो देख रहे हो गाँव, ദഗ്രോ. हाँ ഓക്കെ. गाँव से मतलब डायरेक्ट बांग्लादेश जा सकते हैं। ഓ, ഈ ഗ്രാമത്തിൻ്റെ പേര് ടെഗ്രോ എന്നാണ്. ഈ ഗ്രാമത്തിൽ നിന്നും നേരിട്ട് ബംഗ്ലാദേശിലേക്ക് പ്രവേശനം കഴിയുമെന്നാണ് ഹാർദിക് ഭായ് പറയുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളും ബംഗാളി ഗ്രാമങ്ങളും മാറി മാറി വരുന്നുണ്ട്. ശരിക്കും വിചിത്രമായൊരു ജിയോഗ്രഫിയാണെന്ന് തോന്നുന്നു ഈ ഭാഗങ്ങളിലൊക്കെ. ഗൂഗിൾ മാപ്പിലെ ഏരിയൽ ഷോട്ട് കണ്ടിട്ട് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. മറ്റൊരു ഗ്രാമമാണ്. അധികം ജനവാസമില്ലാത്ത ഗ്രാമമാണെന്ന് തോന്നുന്നു. ബോർഡറിലേക്ക് അടുക്കുന്തോറും കൂടുതൽ ഗ്രാമങ്ങൾ കാണുന്നുണ്ട്. एक गाँव में मतलब एक गाँव के अंदर था जी, ഓഹോ, തായ്. ആ, अभी दूसरा हो गया। ഈ ഗ്രാമം വേറെ എന്തോ ആണെന്നാണ് പറയുന്നത്. അതെന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ മറ്റൊരു ഗോത്രമോ ഭാഷയോ സംസാരിക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ കൂടുതലായി ഒരേ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. കാഴ്ചകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ബോർഡറിൽ എത്തേണ്ടി വരും. ബോർഡറിലേക്ക് ഇനിയും അരമണിക്കൂർ യാത്ര വേണ്ടി വരുമെന്നാണ് കരുതുന്നത്. മറ്റൊരു ഗ്രാമത്തിലേക്ക് ബോട്ട് അടുക്കുകയാണ്. ഇന്ത്യൻ ഗ്രാമം തന്നെയാണ്. ബംഗ്ലാദേശുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമം. ഓ, ബംഗ്ലാദേശ്. ഓക്കെ. अभी जब ब्रिज बनाएंगे बोल रहा था ആ, ആ. तब ഇവിടെയുള്ള അതിർത്തി ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. पानी का अक्षर खत्म हो गया। ഓക്കെ. ഈ ഗ്രാമത്തിൻ്റെ പേര് സിൽക്കൂർ എന്നാണ്. ആഹാ. കുറച്ച് മുകളിലായി BSFൻ്റെ ഔട്ട് പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. ए नुनसरी 2. नहीं, वो नंसुरी उस पर जो गाँव है ओके. वो नंसुरी 2 है, ओके. और वो जो है सिलपुर है। सुरसु है. हाँ, ओके. सिलपुर। हाँ. नहीं हुआ, कुछ नहीं हुआ। ഇങ്ങോട്ട് നടക്കുന്നതിനിടയിൽ സൈനികർ എന്നോട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. बना लेता हूँ आपको। ओके. ओके. Kelas dulu mana cerita dah dia mana? ഇതൊരു ചക്മ ഗ്രാമമാണ്. ടിപ്പിക്കൽ ചക്മ വീടുകൾ ഇങ്ങനെയാണ് നിർമ്മിക്കുന്നത്. താഴെ കന്നുഫുലി നദി ഒഴുകുന്നുണ്ട്. പ്രളയകാലത്ത് ഇത്ര ഉയരത്തിലൊക്കെ വെള്ളമെത്തും. ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഒരു അതിർത്തി. ഇനി അങ്ങോട്ടെല്ലാം ബംഗ്ലാദേശ് രാജ്യത്തിൻ്റെ ഭാഗമാണ്. तक आए थे रास्ता ओके. जो गाँव लोग सभी इधर ഈ ഭാഗമെല്ലാം ഇന്ത്യയിലാണ്. ഇവിടെ ധാരാളം വാഹനങ്ങളുണ്ട്. എങ്ങനെ എത്തിച്ചു എന്നത് എൻ്റെ ഒരു സംശയമാണ്.
അത് ചോദിച്ചു മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ഭാഷ ഒരു വിലങ്ങുതടിയാകുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. മനസ്സിലായത് പ്രകാരം ദിമഗിരിയുടെ മറ്റൊരു ഭാഗത്തു നിന്നും കുറച്ചധികം മണിക്കൂറുകൾ കറങ്ങി മറ്റൊരു വഴി ഇവിടെ എത്താം. हम लोग आते हैं। ठीक है ठीक देखिए हमने क्या ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. हाँ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും ചക്മാൾ തമ്മിൽ വിവാഹം ബന്ധമൊക്കെയുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ ദിമഗിരിയിലേക്ക് കൊണ്ടുവരാം. ഹാർദിക് ഭായിയുടെ ഭാര്യ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ചക്മാ സ്ത്രീയാണ്. അവർക്ക് ഹിന്ദി അറിയില്ല, ഇദ്ദേഹത്തിന് ബംഗാളിയും അറിയില്ല. ഇവർ പിന്നെ സംസാരിക്കുന്നത് ഗോത്രഭാഷയായ ചക്മയിലാണ്. मैं मतलब मेरा बीबी बांग्लादेश से है। ओ ഇന്ത്യയിൽ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. ദിമഗിരിയിൽ എങ്ങനെയായിരിക്കും അതൊക്കെ ബാധിക്കുക? ചക്മകൾ എങ്ങനെയായിരിക്കും ബാധിക്കുക? ദിമഗിരിയിൽ നിന്നും നുൻസിരിയിലേക്ക് പോകുന്നത്ര ഈസി ആയിട്ടാണ് ചക്മകൾ രാജ്യാതിർത്തി കടക്കുന്നത്. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മതപീഡനം അനുഭവിക്കുന്നവർക്ക് ഇന്ത്യ പൗരത്വം നൽകുമെന്നതാണ് പൗരത്വ ഭേദഗതിയുടെ അടിസ്ഥാനം. ചക്മ ഗോത്രത്തിൽ ബുദ്ധമതവും ഹിന്ദുമതവുമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ പ്രയാസമുണ്ടാകില്ല. ലോകത്തെല്ലായിടത്തും ഒരാളെ പൗരനായി കണക്കാക്കുന്നത് സ്ഥിരവാസവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുമ്പോഴും അതായിരുന്നു രീതി. ഇന്നത് പക്ഷെ മാറി. കൃത്യമായ രാഷ്ട്രീയ തീരുമാനമാണ് പുതിയ പൗരത്വ ഭേദഗതിയുടെ ലക്ഷ്യം. കാണുന്നതാണ് ബംഗ്ലാദേശ്. ബോട്ട് അങ്ങോട്ട് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബോട്ട് എടുക്കാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ അവിടെ തന്നെയുണ്ട്. टेकामुक ഈ ഭാഗത്തിനെ ടെക്മുക്ക എന്നാണ് വിളിക്കുക. ബംഗ്ലാദേശ് തന്നെയാണ്. ചിറ്റഗോങ് ഹിൽ ട്രാക്ക് വഴി ഒരു സ്വപ്നയാത്ര മനസ്സിലുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും വെറുതെ ആഗ്രഹിക്കുന്നൊരു യാത്ര. तो इंडिया का रुपया चलता है? इंडिया का रुपया चलता है? ഹാർദിക് ഭായ് ബോട്ടിൽ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പെട്രോൾ വാങ്ങുന്നുണ്ട്. 1 ലിറ്ററിന് 120 രൂപയാണ്. कितना है ये 120 इंडियन रुपया और बांग्ला बांग्ला 150 150 ठीक ഒന്ന് 2 മണിക്കൂർ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചത്. എൻ്റെ അഭ്യർത്ഥന പ്രകാരം 2-3 കിലോമീറ്റർ ദൂരം ഞങ്ങൾ മുൻപോട്ട് നടന്നിരുന്നു. മുൻപ് ചിറ്റഗോങ് തുറമുഖത്തേക്ക് വരെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആത്മഹർഷമുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളാണ് അതനുഭവിക്കാൻ സാധിക്കാറുള്ളത്. അറിയാത്ത നാടും അറിയാത്ത മനുഷ്യരും. ഇവിടെ അദ്ദേഹത്തിന് ആരെയോ കാണാനുണ്ട്. ഇതെല്ലാം ബംഗ്ലാദേശിൽ നിന്നുള്ള സാധനങ്ങളാണ്.
തിരിച്ചു പോകുമ്പം തമാശയ്ക്കാണ് ഞാൻ ഹാർദിക് ഭായിയോട് ഇത് ശരിക്കും ഒരു കള്ളക്കടത്തല്ലേ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്മഗ്ലിംഗ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലാൽപാങ് എന്നൊരു സ്ഥലത്ത് പോയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. മയക്കുമരുന്നും സ്വർണവും തോക്കും വരെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദിമഗരിയിൽ നിന്ന് കുറഞ്ഞത് ഒരു 6-7 മണിക്കൂർ ബോട്ട് യാത്രയുടെ സമയം വരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ മ്യാൻമറിൻ്റെ അതിർത്തി തന്നെ ആയിരിക്കാം. എന്തൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ചക്മകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രാജ്യമില്ലാത്ത മനുഷ്യരെന്നാൽ അനാഥരാണ്. യാതൊരു അവകാശങ്ങളുമില്ലാതെ മൃഗതുല്യരായി ജീവിച്ചു മരിക്കേണ്ടി വരും. में 96 में 96 ഏയ് പമ്പേ 96 പെട്രോൾ. ബോട്ട് ദിമഗരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു.